എന്താണ് ഈ ഉപഗ്രഹം കൊണ്ട് ISRO ലക്ഷ്യമിടുന്നതെന്ന് ചോദിച്ചാൽ പ്രകൃതിയിലെ മാറ്റങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനം, ദുരന്ത മേഖലകൾ കാലേക്കൂട്ടി തിരിച്ചറിയുക എന്നതൊക്കെയാണ് ലക്ഷ്യം. ഉദാഹരണത്തിന് ഇന്ത്യൻ ടെറൈനിൽ എവിടെയെങ്കിലും വയനാട്ടിൽ സംഭവിച്ചതുപോലെയുള്ള ഒരു ഉരുൾപൊട്ടലോ മണ്ണിടിച്ചിലോ ഒക്കെ പോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് കാലേക്കൂട്ടി പ്രവചിച്ച് വേണ്ട മുൻകരുതൽ നടപടി സ്വീകരിക്കാൻ ഉപഗ്രഹം നമ്മെ സഹായിക്കും. ഇന്ത്യയിലെ എല്ലാ ഭൂപ്രകൃതിയിലും കുന്നുകളാവട്ടെ, ഹിമഗിരികളാകട്ടെ, കാടാവട്ടെ, സമതല പ്രദേശങ്ങളാവട്ടെ, കടലാവട്ടെ, ഏതുതരം പ്രദേശമായാലും ആ പ്രദേശത്തെ വരുതിയിലാക്കാനും കൃത്യവും വ്യക്തവുമായ വിവരങ്ങൾ പങ്കുവെക്കാനും ഉപഗ്രഹത്തിന് സാധിക്കും. നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച 3 പേലോഡുകളാണ് ഉപഗ്രഹത്തിൽ ക്രമീകരിച്ചിരിക്കുന്നത്. 21 സാങ്കേതിക വിദ്യകളുടെ സമ്മേളനമാണ് ഈ 3 പേലോഡുകളും എന്ന് പറയണം. രാവും പകലും ഒരുപോലെ ചിത്രങ്ങൾ പകർത്താനും സമുദ്രോപരിതല കാറ്റ്, മണ്ണിലെ ഈർപ്പം, മഞ്ഞിന്റെ സാന്നിധ്യം, കാട്ടുതീ തുടങ്ങിയവയെല്ലാം തൊട്ടറിയാനുള്ള സെൻസറുകളും പേലോഡുകളിലുണ്ട്. 175 കിലോഗ്രാമാണ് ഇതിന്റെ ഭാരം. ഇത് 475 കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിലാണ് ഇപ്പോൾ ISRO വിക്ഷേപിക്കാൻ തയ്യാറെടുക്കുന്നത്. 9:17 വിക്ഷേപണം ആരംഭിക്കുക. ഏകദേശം 16.34 സെക്കൻഡ് കൊണ്ട് വിക്ഷേപണം പൂർത്തിയാകും. എന്തായാലും ഇതിനുള്ള തയ്യാറെടുപ്പുകൾ അവസാന ഘട്ടത്തിലാണ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നടക്കുന്നത്. നമുക്ക് പുതിയൊരു ഭൗമ നിരീക്ഷണ ഉപഗ്രഹം കൂടി കിട്ടാൻ വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് നദീറ. വളരെ പ്രതീക്ഷ നൽകുന്നതാണ് ഈ പുതിയ സാറ്റലൈറ്റ്. ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് എന്നതുകൊണ്ട് തന്നെ ചരിത്രം എഴുതുമ്പോൾ നമ്മൾ നേരത്തെയൊക്കെ അമേരിക്കയിലും ജപ്പാനിലും സമാനമായ സാറ്റലൈറ്റുകൾ കാലാവസ്ഥാ നിരീക്ഷണം വളരെ കൃത്യമായി പ്രവചിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ ഈ ലാൻഡ്സ്ലൈഡ് അടക്കമുള്ള ദുരന്തങ്ങൾ വരുമ്പോൾ ഇതിനെ എങ്ങനെയാണ് ഈ സാങ്കേതികവിദ്യ നമ്മൾ ഉപയോഗിക്കുക എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്.